നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. പഠനത്തിനും ടെൻഷനും ഇടയിൽ ഒരു സ്മോൾ ബ്രേക്ക്. വെൽക്കം എവരിബഡി ടു ജീസസ് കിഡ്സ്. കഥകൾ കണ്ണാടികളാണ്. കണ്ണാടിയിൽ കാണുന്നതോ പ്രതിബിംബവും. ഇതാ നമുക്ക് സംഭവിക്കുന്നതിൻ്റെ നന്മയും തിന്മയും അടങ്ങുന്ന ഒരു കണ്ണാടി. കാട്ടിലെ കൂട്ടുകാർ. ഇതേ ലാസ്റ്റ് റൗണ്ടാണ് കേട്ടോ. എന്നാലും നമുക്ക് ഈ ഓട്ടം തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ശരീരം നന്നാവും. പപ്പീസ് കുറച്ച് ദിവസം ജോഗിങ്ങിന് കണ്ടിട്ട്. വായോ നമുക്കൊന്ന് പോയി നോക്കാം. എന്നാലും അവൻ എന്തിനെങ്കിലും വെള്ളത്തിൽ നോക്കിയിരിക്കണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പക്ഷെ എന്തിന് കട്ടാ നോക്ക്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കാൻ വെള്ളത്തിൽ നോക്കിയിരിക്കുക. ഹലോ പപ്പീസേ, പപ്പീസേ. നിങ്ങളോ? അതെന്താ പറ്റിയേ? ഒന്നും പറയണ്ട കൂട്ടുകാരെ, ജീവിതം തന്നെ ആകെ കഷ്ടത്തിലായിരിക്കുക. അതിന് മാത്രം വലിയ പ്രശ്നം എന്താണ് ഇപ്പൊ പപ്പീസ് നിനക്കുള്ളത്? ഓ, ഞാൻ വീട് പണി തുടങ്ങി, ആകെ കടവും ബാധ്യതയുമായി. ബാധ്യതയോ? കടം കാരണം നിലത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഓ, എങ്ങനെ തീർക്കാനാ? ഒരു സാധാരണ ജോലിക്ക് പോയിട്ട് ഇത്രയും വലിയ കടം എങ്ങനെ തീർക്കാൻ കഴിയും? പിന്നെ എന്ത് ചെയ്യാന് പപ്പീസിന്റെ പരിപാടി? നാട് വിട്ട് അന്യദേശത്ത് എവിടെയെങ്കിലും പണിക്ക് പോകണം. അന്യനാട്ടിലാകുമ്പോ കൂടുതൽ പണം കിട്ടും. കിട്ടുന്ന പണം കയ്യിൽ ഇരിക്കുകയും ചെയ്യും. എനിക്ക് പാസ്പോർട്ടൊക്കെ ഉണ്ട് പീലി. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ. നമ്മുടെ പരിചയത്തിൽ പപ്പീസ് എന്തായാലും വിഷമിക്കാതിരിക്കി. നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം. ഇവിടെ നിന്നാ കടം കൂടി കൂടി വരികയുള്ളൂ ഗംഭീർ. ശരി, നമുക്ക് ആരെങ്കിലും കണ്ട് കാര്യം പറഞ്ഞു നോക്കാം. അതെ അതെ, ആരെങ്കിലും പരിചയമുള്ളവർ കാണാതിരിക്കില്ല. പ്ലീസ് നിങ്ങളൊന്ന് അന്വേഷിക്ക്. എന്റെ അവസ്ഥ മോശമായിരിക്കുകയാ. ഞങ്ങൾ അന്വേഷിക്കാന്നേ. അല്ല എന്ന് കരുതി ഞങ്ങളെ മാത്രം പ്രതീക്ഷിക്കണ്ടട്ടാ. വരുന്നത് പോലെ വരട്ടെ, അല്ലാതെ എന്ത് ചെയ്യുവാനാ. എന്നാ ചെല്ലട്ടെ, പ്രാർത്ഥനയ്ക്ക് സമയമായി. കഷ്ടം. പണ്ട് പ്രാർത്ഥന എന്ന് കേട്ടാ തല തിരിച്ച് നടന്നിരുന്നാ ഇപ്പൊ കണ്ടില്ലേ? ഇപ്പഴാ പ്രാർത്ഥനയുടെ വിലയൊക്കെ മനസ്സിലാവുന്നേ. പപ്പീസേ വളരെ കഷ്ടപ്പെട്ട് തുടങ്ങിയതാ വീട് പണി. മഴ നനഞ്ഞ ചോർന്നൊലിക്കുന്ന വീടായിരുന്നു അത്. പക്ഷേ മുഴുവനാക്കാനായില്ല. അപ്പോഴേക്കും അമ്മയ്ക്ക് അസുഖം, സാധനങ്ങളുടെ വില കയറ്റം, അങ്ങനെ. ഞാൻ നോക്കട്ടെ. ഞാൻ പഠിപ്പിച്ച ആ കോരുണ്ടല്ലോ, അവനിപ്പോ അങ്ങ് ആമസോൺ റിഗില. ഏത്? നമ്മുടെ ആ ഏഴിമലക്കാട്ടിലെ കോരുവാണോ? അതേന്ന്. അവൻ അവിടെ എണ്ണ കമ്പനിയിൽ വലിയ ഉദ്യോഗസ്ഥനാ. കോരുവിനോട് പറഞ്ഞ കാര്യം നടക്കോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. സാറ് പറഞ്ഞ എന്തായാലും കോരു സഹായിക്കാതിരിക്കില്ലെന്നേ. ഞാൻ അവന്റെ വീട്ടിൽ പോയി അവന്റെ അഡ്രസ്സും ഫോൺ നമ്പറും വാങ്ങാം. എന്നിട്ട് നമുക്ക് അവനെ കാര്യങ്ങൾ അറിയിക്കാം. ശരി,
അത് നല്ല കാര്യായി. പപ്പീസിന് പാസ്പോർട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടെന്നാ ഞങ്ങളോട് പറഞ്ഞത്. ശരി ശരി, എന്നാ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. അത് സാറേ, അവൻ അതൊരു വലിയ ഉപകാരവും. അവൻ ഭയങ്കര വിഷമത്തിലിപ്പോ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. എന്നാ വമ്പൻ സാറേ, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ആ ശരി മക്കളെ, ഇന്ന് തന്നെ കോരുവിനെ വിളിച്ച് ഏർപ്പാടുകൾ ഓ ചെയ്യാം. ശരി. വേഗം വാ. ആ, ഗംഭീർ വണ്ടിയും കൊണ്ട് ഇപ്പോ വരും. ഇവിടെ നിൽക്കാം. വരുന്നില്ലല്ലോ. അപ്പോ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് കോരുവിനെ വിളിച്ചാ മതി. സാർ, ഞാൻ എങ്ങനെ നിങ്ങളോടൊക്കെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. പോട്ടെ പോട്ടെ, നീ കരയില്ല. പപ്പീസിന് കരയാതെ, പപ്പീസിന്റെ കൂട്ടുകാരുടെ ശ്രമഫലമായിട്ടാ ഈ സൗഭാഗ്യം കിട്ടിയത്. അതെ അതെ. നന്ദിയുണ്ട് കൂട്ടുകാരെ, നന്ദിയുണ്ട്. മരിച്ചാലും ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കത്തില്ല. പപ്പീസേ, പാസ്പോർട്ടും പേപ്പറും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഉവ്വ്, എല്ലാം ഈ ബാഗിലുണ്ട്. ആ, ദേ വണ്ടി വരുന്നു. ഓ, ആ, നിർത്ത് നിർത്ത് നിർത്ത്. ആ, പപ്പീസ് എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഒക്കെ എടുത്തിട്ടുണ്ട്. നോക്കി കേറ് പപ്പീസേ. വമ്പൻ സാറേ, നന്നായി പ്രാർത്ഥിച്ചിരിക്കുക. എന്നാ ശരി പപ്പീസേ, പ്രാർത്ഥിക്കാം. എപ്പോഴും മനസ്സിൽ ഈശ്വര ചിന്ത വേണം കേട്ടോ. ആ ഡോർ അടിക്ക് പപ്പീസ്. ശരി ചെല്ലേ. വാ. ആ, എന്നാ ശരി. ബൈ. ടാറ്റാ. ആവോ. ബൈ ബൈ. സൂപ്പർ കുളിയായിരുന്നു. കുളിച്ച് കഴിഞ്ഞപ്പോ നല്ല ഉഷാറായിട്ടാ. പാലരി പോലത്തെ വെള്ളല്ലേ, നല്ല പളുങ്ക് പളുങ്ക് പോലെ ഇരിക്കുന്നു. സോപ്പോട്ടി എടുക്ക്. ആ, അറിഞ്ഞോ, നമ്മുടെ പപ്പീസ് വരുന്നുണ്ട്. ആഹാ, ഓ, എത്ര വേഗാ വർഷങ്ങളൊക്കെ കടന്നു പോകുന്നത്. ശരിയാ. അതെ, പപ്പീസ് ഇന്നലെ പോയതുപോലെ എനിക്ക് തോന്നുന്നത്. ആ, എന്തായാലും അവൻ രക്ഷപ്പെട്ടു. വീട് പണി കഴിഞ്ഞു, കടങ്ങളൊക്കെ വീടി. ആ, ദൈവം കാത്തു. വാനം കീഴേ വന്നാലെന്ത്, ആ ഭൂമി മേലേ പോയാലെന്ത്, ഭയങ്കര സന്തോഷത്തിലാണല്ലേ പപ്പീസേ, എന്താ? പപ്പീസേ, ദേ ഇത് ഞങ്ങളാണ്. ഓ സോറി, ഐ ആം വെരി ടയേർഡ്. സോ എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല കേട്ടോ. പപ്പീസിന് ഞങ്ങളെ മനസ്സിലായില്ലെന്നോ? മനസ്സിലായി, പക്ഷേ എനിക്ക് വിശ്രമിക്കണം. ഐ വാണ്ട് അല്ല, ഞങ്ങൾ എന്നാ വീട്ടിലേക്ക് വരേണ്ടത്? ഓ, വരണമെന്നില്ല. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ ഇപ്പോൾ പറഞ്ഞോളൂ. എന്തൊരു ഗമയാ. ദേ, ദയവ് ചെയ്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നേക്കരുത്. എനിക്ക് കുറച്ച് ദിവസത്തെ ലീവ് ഉള്ളൂ, പ്ലീസ്. മാത്രമല്ല, നാളെ വീണ്ടും കാർഗോയിൽ പോയി ലഗേജസ് എല്ലാം കൊണ്ടുവരണം. ബൈ. ഇപ്പൊ നമ്മൾ അവന് ഡിസ്റ്റർബൻസ് ആയി. ഇതെന്താ ഇവന് പറ്റിയത്? എന്ത് പറ്റാൻ? അഹങ്കാരം. 4 ജോർജ് കുട്ടി കയ്യിൽ വന്നതിന്റെ അഹങ്കാരം. എന്നാലും നമ്മളെയൊക്കെ അവൻ മറന്നല്ലോ. എന്തായാലും വായു, സമയം കളയാണ്, ജോലിക്ക് പോവാൻ നോക്ക്. ആ, ശരിയാ. ഒന്നും നമ്മൾ ആശിക്കരുത്. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? അത് സാറേ, കോരു, ഒരാളെയും അതിര് കവിഞ്ഞ് വിശ്വസിക്കരുത്. അത് സാറേ, സാറേ, എന്തിനാ വിളിപ്പിച്ചത് സാറ്? ആ, നിങ്ങളുടെ കൂട്ടുകാരൻ പപ്പീസിന്റെ വിശേഷം അറിയിക്കാനാ. ഏ, പപ്പീസിന് എന്താ പറ്റി? ആ, അവനൊന്നും പറ്റിയില്ല. പറ്റിയത് മറ്റുള്ളവർക്കാ. ബിസിനസ്സിൽ പങ്കാളിയാവുക, ബിസിനസ് നടത്തിയ പണവുമായി മുങ്ങുക. ഓ, കഷ്ടം തന്നെ. ഏത്, നമ്മുടെ പപ്പീസോ? ഹോ, ഭയങ്കര ചതിയായി പോയല്ലോ. മറ്റുള്ളവന്റെ പണം കൊണ്ടാണല്ലേ അവൻ ഗമ കാട്ടി നടക്കണത്. എന്തായാലും കോരുവിന്റെ പണം അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള നടപടി നോക്കണം. നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ അവന് ആമസോണിൽ പോകാൻ അവസരം വാങ്ങിക്കൊടുത്തത്. ശരിയാണ്. മനസ്സിലായോ? അവൻ തരുവോ? നേരായ വഴിക്ക് തരുമെന്ന് തോന്നുന്നില്ല. ഇതെന്ത് ചെയ്യാനാ?
അവൻ ചെയ്തതുപോലെ ഒരു വളഞ്ഞ വഴി. ഏ മനസ്സിലായില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് സംഗതി കലക്കുണ്ടാ. അപ്പോ എന്റെ പണം തിരികെ കിട്ടുമല്ലേ? അതൊക്കെ കിട്ടും. ഒരു സമാധാനമായിട്ടിരിക്കും. നിങ്ങൾ ചെല്ല്, ബാക്കി കാര്യം ഞാനേ. വായ കോരു ചേട്ടാ. പണം തിരികെ കിട്ടിയാ മതിയായിരുന്നു. വാ ചേട്ടാ. ആ. പാവം കോരു. ഈ പണമൊക്കെ ഇരട്ടിയാക്കിയിട്ട് വേണം എനിക്ക് കൊട്ടാരം പോലത്തെ ഒരു വീട് പണിയാൻ. എന്നിട്ട് വേണം നല്ല ഇമ്പാല പോലത്തെ കാറ് വാങ്ങാൻ. ഇത് ഇരട്ടിയാക്കിയിട്ട് വേണം ഈ നാട്ടിലൂടെ ഞാൻ രാജാവിനെ പോലെ ഒരു ജീവിതം കാണിച്ചു കൊടുക്കും. വരണം വരണം വരണം. എത്തിയോ? വാ വാ, കേറി ഇരിക്കേ, കേറി ഇരിക്കേ. ഒക്കെ റെഡിയാണ് കേട്ടോ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. തീർച്ചയായിട്ടും. ദേ പണം റെഡി, പിടിച്ചോളൂ. ഈ പണം 1 മാസം കൊണ്ട് നിങ്ങൾക്ക് 3 ഇരട്ടിയാവും. ഓ ചേട്ടാ, ഞാൻ ആമസോൺ എണ്ണക്കിണറിൽ കഷ്ടപ്പെട്ട കാശാ. അത് പിന്നെ എനിക്കറിയില്ലേ ഇത് എങ്ങനെ ഉണ്ടാക്കിയ കാശാണെന്ന്. അപ്പൊ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, അധ്വാനത്തിന്റെ വില അറിയാമെന്ന് പറയായിരുന്നു. എങ്കിൽ ശരി, അപ്പൊ നമുക്ക് കാണാം. ദേ ചേട്ടാ, എന്റെ പണം. പേടിക്കാതെ, ഈ പണം ഭദ്രമായി കോരുവിന്റെ കയ്യിലെത്തും. കോരുവിന്റെ കയ്യിലോ? അതെ, ഈ പണത്തിന്റെ യഥാർത്ഥ ഉടമയുടെ കയ്യിൽ. അയ്യോ, എന്റെ പണം. നിങ്ങൾ ആരാ? ഈ പണം കോരുവിന് അവകാശപ്പെട്ടതാ. നിങ്ങൾ ആരാ? ഞാൻ നിന്റെ അന്തകൻ. അയ്യോ, എന്റെ പണം, എന്റെ പണം. ഞാൻ അമ്പൻ സാറിന്റെ അനന്തരവൻ. നിന്റെ കയ്യിൽ നിന്നും കോരുവിന്റെ പണം തിരിച്ചു പിടിക്കാൻ അർഹതയില്ലാത്തത് ആഗ്രഹിച്ച എനിക്കിത് തന്നെ വരണം. എന്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ചവരെ ഞാൻ മറന്നു, സഹായിച്ചവരെ ഞാൻ ചതിച്ചു, വഞ്ചിച്ചു. ഒന്ന് മനസ്സിലാക്കണം, നമ്മളെ മറ്റുള്ളവരിലൂടെ സഹായിക്കുന്നത് ദൈവമാണ്. നമ്മൾ സഹായിക്കുന്നവരെ ചതിക്കുമ്പോൾ ദൈവത്തെയാണ് ചതിക്കുന്നത്. ക്ഷമിക്കണം അബ്ബൻ സാറേ, ജീവിതം പച്ച പിടിച്ചപ്പോൾ അഹങ്കാരം തലയ്ക്ക് കയറി കണ്ണ് കാണാതായി. അറിയോ, ഞാനിപ്പോ വലിയ കടക്കണിയില്ല. അതിന്റെ കാരണം അറിയാം കോരു ചേട്ടാ. പാപ്പ് എല്ലാറ്റിനും ഞാൻ എന്റെ കിടപ്പാടം വിറ്റും കോരു ചേട്ടന്റെ കടം വീട്ടും. പപ്പീസിന്റെ ഈ തിരിച്ചറിവിന് നന്ദി. ഇനിയെങ്കിലും വിശ്വാസവഞ്ചന കാണിക്കാതെ, കൂട്ടുകാരെ ചതിക്കാതെ ജീവിക്കണം. പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്നത് വലിയ തിന്മയാണ്. നന്മ നിറഞ്ഞ ഈ ലോകം തിന്മകൾ പടരാതിരിക്കാൻ നല്ല ചിന്തകൾ ആവശ്യമാണ്. അതിന് സുവചനം വായിക്കുക, സുവചനം പ്രഘോഷിക്കുക. കഥകളിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഇനി എത്തിച്ചേരുന്നത് ക്രിയാത്മകതയുടെ ലോകത്തിലേക്ക്. മാണിക്കച്ചിപ്പ്. മാണിക്കച്ചപ്പിലേക്ക് സ്വാഗതം. പുതിയൊരു ആക്ടിവിറ്റിയും പുതിയൊരു ചിന്താവിഷയവുമായി ഇതാ മാണിക്കച്ചപ്പ് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ ചിന്താവിഷയം നന്ദിയുടെ മനോഭാവം. അപ്പം അതിനുവേണ്ടി നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിന് നമുക്ക് ഒരു പേപ്പറാണ് ആവശ്യം. പക്ഷേ ഈ പേപ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പേപ്പറിൻ്റെ ഒരു വശത്ത് മാത്രം നിറമുള്ളതും മറ്റു വശം നിറമില്ലാത്തതുമായിട്ടുള്ള പേപ്പറാണ് നമുക്ക് ആവശ്യം. സാധാരണ പേപ്പറിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. പക്ഷേ ഈ ഒരു മോഡലിൻ്റെ ഈ ഉണ്ടാക്കുന്ന ആക്ടിവിറ്റി നിങ്ങൾക്ക് ശരിയായിട്ട് ദർശിക്കണമെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരെണ്ണം ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പേപ്പർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു പേപ്പറിൻ്റെ ഒരു വശം മാത്രം ക്രയോണോ സ്കെച്ച് പെന്നോ വരച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഡിസൈൻ കൊടുക്കുക. അത്ര മതി. ഇല്ലാന്നുണ്ടെങ്കിൽ 2 കളറിലുള്ള പേപ്പർ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വശത്ത് വ്യത്യസ്തമായിട്ടുള്ള കളറുള്ള പേപ്പർ കിട്ടും. വെള്ള പേപ്പറിൻ്റെ പുറത്തോട്ട് കളറുള്ള പേപ്പർ ഒട്ടിച്ചാലും മതി. അപ്പം ഇവിടെ എൻ്റെ കയ്യിലൊരു പേപ്പറുണ്ട്. ഇതാ, അത് ഞാൻ കാണിക്കാം. ഇതാ, ഇത് ഉണ്ടോ? ഇതിൻ്റെ ഒരു വശത്ത് നല്ല പിങ്ക് കളറാണ്, മറുവശത്ത് വെള്ള കളറാണ്. അപ്പം ഇതുപോലുള്ള പേപ്പറിന് പറയുന്നത് ഫ്ലൂറസെൻറ്റ് പേപ്പർ എന്നാണ്. അപ്പോൾ പേപ്പറൊക്കെ വിൽക്കുന്ന പല കടകളിലും ഇതുപോലുള്ള പേപ്പർ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ മറുവശത്തുള്ള ഈ പ്രസൻറ്റേഷൻ പേപ്പറുണ്ട്. പ്രസൻറ്റേഷൻ പേപ്പറിൻ്റെയാണ് മിക്കവാറും എല്ലാത്തിൻ്റെയും ഒരു വശത്ത് വെള്ളയും മറുവശത്ത് ഒരു കളറും ഉണ്ടായിരിക്കും. കൂടാതെ വേറൊരു പേപ്പർ കിട്ടുന്ന വാർണിഷ് പേപ്പർ എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അത് കുറച്ചുകൂടെ മിനുസമുള്ളൊരു പേപ്പറാണ്. അപ്പോൾ ഇതിങ്ങനെ
അപ്പോൾ ഇതിൻ്റെ ഒരു വശം ബ്ലാങ്ക് ആയിട്ടും മറുവശത്ത് ഇങ്ങനെ ഒരു കളറും ഉണ്ടാവും. അപ്പം നമുക്ക് വേണ്ടത് ഒരു വശം വെള്ളയായിട്ടും മറുവശത്ത് കളറുള്ളതുമായിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പം ഈ ഒരു കടലാസാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് പക്ഷേ ഇത്രയും വലിയൊരു കടലാസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആദ്യമേ ഇതിൻ്റെ വലിപ്പം കുറയ്ക്കണം. ഒരു 2 ഇഞ്ച് വീതി, ഒരു 7-8 ഇഞ്ച് നീളം. അത്ര നീളം തന്നെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത്രയും നീളത്തിൽ നമ്മൾ ഇതിനെ മുറിച്ചെടുക്കണം. കൃത്യമായിട്ട് ഇങ്ങനെ മെഷർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം നിങ്ങളൊരു കണക്കനുസരിച്ച് ഇതാ ഇപ്പം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം ഈ ഒരു വീതി ഒരു 2 ഇഞ്ച്, ഇപ്പോൾ 2 ഇഞ്ചിൻ്റെ അടുത്തുണ്ടെന്ന് നോക്കിയിട്ട് ഇപ്പം ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ പിടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കഷ്ണം എടുത്ത്, അപ്പോൾ ഇത്രയും ഒരു കഷ്ണത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൽ നിന്ന് ഇത്രയും ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുക്കുക. ഇവിടെ ഞാനിത് മുറിച്ചെടുക്കാൻ പോകണം. സാധാരണ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്ന കടലാസ് അങ്ങ് കളയുമായിരുന്നു അല്ലേ, സ്ക്വയറൊക്കെ ഉണ്ടാക്കുമ്പോൾ. എന്നാൽ ഇപ്രാവശ്യം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയ കടലാസ് മാത്രം മതി. അതുകൊണ്ട് വലിയ കടലാസ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. അപ്പം ഈ ഒരു കടലാസാണ് നമുക്കിപ്പോൾ വേണ്ടത്. അപ്പം ഇതിൻ്റെ ഒരു വശത്ത് നിറമുണ്ട്, മറുവശത്ത് നിറയില്ല. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഇതിനെ നിറമില്ലാത്ത ഭാഗം നിങ്ങൾക്ക് കാണാവുന്ന പോലെ പിടിക്കുക. അതിനുശേഷം ഇതിനെ നേരെ പകുതിയായിട്ട് ഇങ്ങനെ മടക്കുക. ഇടതുവശത്തെ വക്കിനെ വലതുവശത്തെ വക്കിനോട് ചേർത്ത് ഇങ്ങനെ മടക്കുക. എന്നിട്ട് അത് നിവർത്തുക. നിവർത്തതിന് ശേഷം ഒരു മൂല, അത് ഇടതുവശത്തോ വലതുവശത്തുള്ള ഏതെങ്കിലും ഒരു മൂലയാവും. അപ്പോൾ ആ മൂലയെ നമ്മൾ മാത്രം എടുത്തിട്ട് ഈ നടുക്കുള്ള വക്കില്ലേ, നടുക്കിപ്പോൾ നമ്മളൊരു വരയുണ്ടാക്കിയില്ലേ, അപ്പോൾ ആ വരയിലോട്ട് മാത്രം മടക്കുക. അതായത് മുകളിലെ വക്കിൻ്റെ പകുതി ഭാഗം എടുത്തു കഴിഞ്ഞിട്ട് ആ മൂല എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കുക. ഒരു ഭാഗം മാത്രം ഇങ്ങനെ മടങ്ങിയിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നേരെ തിരിക്കും ഇങ്ങനെ. അപ്പം ഇനിയുള്ള സ്റ്റെപ്പാണ് അല്പം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഇവിടെ ഇപ്പം എന്താ ഇങ്ങനെ ചെരിഞ്ഞൊരു വക്ക് കണ്ടില്ലേ നിങ്ങൾ. അപ്പം ഈ ചെരിഞ്ഞ വക്കിൽ ഇപ്പം ഈ പോയിന്റും ഈ പോയിന്റും, അതായത് 2 കോർണേഴ്സാണ്. ഈ 2 കോർണറുകൾ തമ്മിൽ ഇങ്ങനെ ചേരുന്ന പോലെ നിങ്ങൾ മടക്കണം. സൂക്ഷിച്ച് നോക്കുക. ഇത് വെറുതെ ഇപ്പം ഇതിനെ എടുത്തു കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് ചേർത്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ കണ്ടോ, ഞാൻ ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. നോക്കിയേ, ഇങ്ങനെയല്ല ഇരിക്കുന്നത്. അപ്പം ഈ കോർണറും ഈ കോർണറും കൂടെ ചേരുന്നത് പോലെ നമ്മൾ മടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വക്കുണ്ടല്ലോ, ഈ വക്ക് ഇപ്പുറത്തെ വക്കിലോട്ട് ഇങ്ങനെ ചേർന്ന് വരികയും ചെയ്യും. നോക്കിയോ, ഇങ്ങനെ ചേർത്ത് ഇത്രയും കിട്ടിയില്ലേ. ഇനി ചെയ്യേണ്ടത് ഇപ്പം ഇടതുവശത്തുള്ള വക്കുണ്ട്. അപ്പോൾ ആ വക്കിനെ നമ്മൾ എടുത്തിട്ട് നേരെ പുറകോട്ട് മടക്കുക. ഇങ്ങനെ ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ ഇപ്പം ഈ ഒരു മെയിൻ ഭാഗത്തിൻ്റെ ഇടതുവശത്തായിട്ട് കിടക്കുന്ന പോർഷനാണ്. അപ്പോൾ ആ പോർഷനെ നമ്മളെടുത്ത് നേരെ പുറകോട്ട് ഇങ്ങനെ മടക്കും. അതിനുശേഷം ഇങ്ങനെ പേപ്പർ നേരെ തിരിച്ചു പിടിക്കുക. അപ്പം ഇപ്പം ഈ പേപ്പറിൽ നമുക്ക് നോക്കിയാൽ ഇവിടെ ഇങ്ങനെ ഒരു വെട്ടുണ്ട് അല്ലേ. ഇപ്പുറത്തെ ഭാഗത്ത് അങ്ങനെ വെട്ടില്ല. അപ്പം ഈ വെട്ടുള്ള ഭാഗമാണ് ഇനി നിങ്ങളെ ഫേസ് ചെയ്ത് വെച്ചത്. ഇനി അടുത്തതായിട്ട് നമ്മൾ 2 മടങ്ങ് കൂടെ ചെയ്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഈ വെള്ള ഭാഗം തുടങ്ങുന്നില്ലേ, ഈ ഒരു സ്ഥലം, ഈ സ്ഥലവും ഈ ഒരു കോർണറും ഇത് തമ്മിൽ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പേന കൊണ്ട് ആ ലൈൻ വരച്ച് കാണിക്കും. കണ്ടോ, 2 ലൈനുകൾ കണ്ടോ? അതായത് ഈ വെള്ള ഭാഗം തുടങ്ങുന്നതും ഈ കോർണറും, അതുപോലെ ഇപ്പുറത്തെ വെള്ള ഭാഗം തുടങ്ങുന്നതും ഈ കോർണറും. അപ്പം അങ്ങനെ 2 ലൈൻ ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഇതാ ഈ 2 ലൈനിൽ കൂടെ നമ്മൾ മടക്കുക വേണ്ടി പേപ്പർ നോക്കിക്കോണം. ഈ ലൈനിൽ കൂടെ നമ്മൾ അങ്ങനെ മടക്കുക. അപ്പം നമ്മളുടെ മടക്കിയതെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും മടക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് തിരിക്കുക. ഇങ്ങനെ തിരിക്കുക. അപ്പോൾ തിരിച്ചു കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിമനോഹരമായിട്ടുള്ള കടലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പെൻസിൽ കിട്ടും. ഇതിൻ്റെ മോന ഇവിടെ ഉണ്ട് വേറൊരു കളറിൽ. ഇതിൻ്റെ ബോഡി കാണാം അല്ലേ. കളർ പെൻസിലൊക്കെ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. അപ്പം മുകളിൽ മോന, പിന്നെ ഇവിടെ നമ്മൾ ആ തടിയുടെ ഭാഗം. പല കളറിലുള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് പല കളറിലുള്ള പേപ്പർ കൊണ്ട് ഇങ്ങനെ പല പെൻസിലുകൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെ രസമായിരിക്കും കാണാനായിട്ട്. നിങ്ങൾക്ക് അപ്പം വെറുതെ ഇങ്ങനെ ഡെക്കറേഷനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വെറുതെ പെൻ ഹോൾഡറിനകത്ത് കുറേ ഇങ്ങനെ വെക്കുകയൊക്കെ ചെയ്യാം. ബുക്ക് മാർക്കായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് മാർക്കായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും.
അപ്പം ഇഷ്ടപ്പെട്ടില്ലേ പെൻസില്? നമ്മളപ്പം ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് കിടന്നാലോ? എന്തായിരുന്നു നമ്മുടെ ചിന്താവിഷയം? നന്ദിയുടെ മനോഭാവം അല്ലേ? നമുക്ക് ഇതെന്താ നന്ദിയുടെ മനോഭാവം? അപ്പം അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പെൻസിലിനെ പറ്റി ഒന്ന് ചിന്തിച്ചാലോ? ഒരു പെൻസിൽ അല്ലേ? പെൻസിലിനകത്ത് എന്തൊക്കെയാണുള്ളത്? പെൻസിലിനകത്തൊരു എന്താ ഉള്ളത്? ഒരു ചെറിയ ലെഡിൻ്റെ പീസുണ്ട്, പിന്നെ പുറമേ കവർ ചെയ്യുന്ന ഒരു തടി, പൊതുവെ തടിയുടെ ഒരു സാധനമുണ്ട് അല്ലേ? ഇതൊക്കെയുണ്ട്. ഇത് ഉപയോഗിച്ച് നമ്മൾ എഴുതുന്നു, അങ്ങനെയൊക്കെയല്ലേ? ഇത്രയല്ലേ ഉള്ളൂ പെൻസിൽ. എന്നാൽ നിങ്ങൾ വെറുതെ ഒന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ച് പെൻസിലിൽ നിന്ന് പുറകോട്ട് ചിന്തിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു പെൻസിൽ എത്തുന്നതിന് മുമ്പ് ഉള്ള അവസ്ഥയെ പറ്റി ഒന്ന് ആലോചിച്ച്. എവിടെയായിരിക്കും പെൻസിൽ? കടക്കാരൻ്റെ കയ്യിലായിരിക്കും അല്ലേ? അപ്പോൾ കടക്കാരൻ്റെ കയ്യിൽ പെൻസിൽ എത്തുന്നതിന് മുമ്പോ അതിൻ്റെ ഹോൾസെയിൽ ഡീലറിൻ്റെ അടുത്തായിരിക്കും. അവിടെ എത്തുന്നതിന് മുമ്പ് എവിടെയായിരിക്കും? ഇതിൻ്റെ ഫാക്ടറിയിലായിരിക്കും അല്ലേ? അപ്പോൾ അവിടെ ഇപ്പം എങ്ങനെയായിരിക്കും? ഇത് പെൻസിലായിട്ട് രൂപപ്പെട്ടിട്ടുണ്ടാവില്ല, പല ഘടകങ്ങളായിട്ട് ഇത് കിടക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ ഘടകത്തിൻ്റെ പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാലോ, അപ്പം പെയിൻറ്റ് വരുന്നുണ്ട്, ഇതിനകത്ത് എഴുതുന്ന അക്ഷരങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഓരോരുത്തരുടെ ഓരോ പെൻസിലിൻ്റെ ബ്രാൻഡ് എഴുതി വരത്തില്ല. പിന്നെ ലെഡ് ഉണ്ട്, അതെങ്ങനെയുണ്ട്, തടിയുണ്ട്. അപ്പോൾ തടിയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കാട്ടിലായിരിക്കും എത്തുന്നത് അല്ലേ? അപ്പോൾ ലെഡിൻ്റെ പിന്നാലെ ഉണ്ടാക്കി എവിടെയെങ്കിലും മൈൻ ചെയ്യുന്ന സ്ഥലത്തായിരിക്കും എത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പുറകോട്ട് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി എത്രയോ ആളുകൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ പെൻസിലായിരിക്കാം അല്ലേ? പക്ഷെ ആ ഒരു പെൻസിലിന് പിന്നിൽ എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ ചിന്തയും അധ്വാനവും ഒക്കെ വന്നിട്ടുണ്ടെന്ന് കാണാം. നമ്മളിത് 1, 2, 5, 10 രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു പെൻസിൽ മാത്രമാണ് നമുക്ക്. എന്നാൽ നമ്മൾ ഇതേപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ, അതിൻ്റെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് വെറുമൊരു പെൻസിലല്ല. ഈ പെൻസിലിന് പിന്നിൽ നമ്മുടെ മനുഷ്യൻ്റെ ഇതുവരെയുള്ള ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ, ഒത്തിരി ശ്രമങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ആദ്യമായ കാലങ്ങളിൽ ആശയവിനിമയം ചെയ്യാനായിട്ട് മനുഷ്യനിങ്ങനെ ചുവരിൽ കല്ലുകൊണ്ടൊക്കെ വല്ലതും വരച്ച് വെച്ചിരുന്നുണ്ടാവും അല്ലേ? പിന്നീടാണ് പതുക്കെ അതും റിഫൈൻഡായിട്ട് വന്നിട്ടാണ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് പെൻസിൽ ഉണ്ടായത്. അപ്പം മനുഷ്യൻ ഭാഷ മനസ്സിലാക്കുന്നത്, എഴുത്തു ഭാഷ ഉണ്ടാക്കുന്നത്, ആ ഭാഷ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കാരണമാകുന്നത്, അതിനുള്ള താല്പര്യം ഉണ്ടാവുക. അപ്പം ഇങ്ങനെ എത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു പെൻസിലിൻ്റെ പിന്നിൽ ഉണ്ടാവുക. അപ്പം അങ്ങനെ നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, അതൊരു ചെറിയൊരു പെൻസിലിൻ്റെ കാര്യം. പിന്നെയും നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ച് പോകാം പെൻസിലിനെ പറ്റി. അപ്പം ഈ ഒരു കാര്യത്തോടുകൂടി നമ്മളൊരു പെൻസിലിനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ തോന്നുന്നത്? അയ്യോ ഇത് പെൻസിൽ എന്നാണ് തോന്നുന്നുണ്ടേ? അതോ ഇത്രയും ചരിത്രമുള്ള ഒരു സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതിനോട് നമുക്ക് എന്താ ഒരു നന്ദി തോന്നണ്ടേ അല്ലേ? നമ്മുടെ മുമ്പിൽ ഈ പെൻസിൽ കയ്യിൽ എത്തിക്കാനായിട്ട് ഒത്തിരി ആളുകൾ അതിൻ്റെ പിന്നിലുണ്ട്, ഒത്തിരി ശ്രമങ്ങളുണ്ട്. അപ്പോൾ അവരോടെല്ലാം നമുക്ക് നന്ദി തോന്നേണ്ടതാണ് അല്ലേ? അപ്പോൾ ഇത് പെൻസിലിൻ്റെ കാര്യം. അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കി, നമ്മൾ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ചെയർ, ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ, അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇതിനെപ്പറ്റി എല്ലാം നിങ്ങളൊന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കിക്കേ. അപ്പം എന്തായിരിക്കും സംഭവിക്കുക? നമുക്കെല്ലാം അതിൻ്റെ പിന്നിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് അത്ഭുതം ഉണ്ടാവും. കാരണം അത്രയധികം ചരിത്രം നമ്മുടെ മുമ്പിലുള്ള ഓരോ മണൽത്തരിക്കും പറയാനുണ്ടാകും. അപ്പം അപ്പോഴാണ് നമ്മൾ ശരിക്കും നന്ദിയുടെ മനോഭാവം നമ്മളിലുണ്ടാകുക. നമ്മളപ്പം കണ്ടു കഴിയുമ്പോൾ, നമ്മൾ ചുറ്റും നോക്കി കഴിയുമ്പോൾ നമുക്ക് നന്ദി പ്രകടിപ്പിക്കാൻ കഴിയില്ലാത്ത ഒന്നിനെയും നമുക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് ഫോർ ടുഡേ ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ. ഇന്നേ ദിവസം ഞാൻ നന്ദിയുടെ മനോഭാവമുള്ള ആളായിരിക്കും അല്ലേ? നമുക്ക് നാളത്തെ കാര്യം പറഞ്ഞു നോക്കാം. ഇന്നത്തെ കാര്യം, ഇന്ന് ഞാൻ നന്ദിയോടെ എല്ലാ കാര്യത്തെയും നോക്കിക്കാണും. എനിക്ക് കിട്ടുന്ന ഭക്ഷണത്തെ, എനിക്ക് പറഞ്ഞു തരുന്ന അധ്യാപകരെ, എനിക്ക് വേണ്ട സഹായം നൽകുന്ന എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ കൂട്ടുകാരെ, ഞാൻ കയറുന്ന ബസ്സിൽ ഓടിക്കുന്ന ഡ്രൈവറെ, എല്ലാത്തിനെയും നമുക്ക് നന്ദിയുടെ മനോഭാവത്തോടെ ഇന്ന് നോക്കിക്കാണാം. എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് തീരുമാനിക്കേണ്ട ഇതാണ്, ജസ്റ്റ് ഫോർ ടുഡേ ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ. ഇന്നത്തേക്ക് മാത്രം ഞാൻ നന്ദിയുടെ മനോഭാവത്തിൽ ജീവിക്കും. അപ്പോൾ നിങ്ങളെ ഈ ചെറിയ പെൻസിൽ ഉള്ള ആക്ടിവിറ്റി നന്ദിയുടെ മനോഭാവത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ആക്ടിവിറ്റിയും ചിന്താവിഷയവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. കൂടുതൽ ചലഞ്ചിങ് ആയ, കൂടുതൽ നിങ്ങളുടെ ബുദ്ധിക്കും കൈകൾക്കും ചലഞ്ചിങ് ആയിട്ടുള്ള ആക്ടിവിറ്റികളും ചിന്താവിഷയങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം, താങ്ക് യു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ തരാൻ
ജീസസ് കിഡ്സ് റെഡി. ഏത് വേണമെന്ന് അറിയിക്കുക. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇനിയൊരു പഠനം, വിശ്രമം, പ്രാർത്ഥന. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർക്കാം. ടാറ്റാ.